പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാർട്ട് ടൈം ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫിജിക്കാർട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്തൊക്കെ ഈ ഒരു ഇതിൽ വന്നിട്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു സമാധാനം, അത് ഞാൻ ഈ ഫിജിക്കാർട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷവതിയാണ് ഞാൻ. അപ്പൊ അതില് ഈ ഒരു ഫിജിക്കാർട്ടിനെ പരിചയപ്പെടുത്താൻ എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ദിവ്യമാലിനി മാമിനോട് ഞാൻ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇന്ന് മാം പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു പ്രൊഡക്റ്റ് സെവനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾക്കറിയാം നമ്മളുടെ ഫിജിക്കാർട്ടില് നമ്മളുടെ ഫിജിക്കാർട്ടിൽ നിന്നുള്ള ഒരു ബിസിനസ് സംരംഭത്തില് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ചെയ്യുന്നത്, കൂടാതെ നമ്മളുടെ വെൽനെസ് പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടല്ലേ. ആ വെൽനെസ് പ്രോഡക്റ്റുകൾ എന്തിനാണ് എന്നത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. കാരണം പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലും കുറേ മരുന്നുകളുണ്ട്, കുറേ ടോണിക്കുകളുണ്ട്, കുറേ ടാബ്ലറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വരുന്ന സമയത്ത് അയ്യോ ഇവരെന്തോ കുറേ മരുന്നൊക്കെയാണ് ഇവരുടെ കച്ചവടം നടക്കുന്നത് എന്നൊക്കെയാണ് എല്ലാവരുടെയും ധാരണ. അപ്പൊ സപ്പോസ് നമ്മൾ തന്നെ ഈ ഒരു ഫിജിക്കാർട്ടിൽ വന്ന സമയത്ത് ബോട്ടിലുകൾ കണ്ടപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പോലും ആർക്കും അറിഞ്ഞിരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു, എനിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. പക്ഷെ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് അറിഞ്ഞപ്പോഴാണ്, ഇതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയപ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പൊ അത് പല ഇപ്പൊ നമ്മളുടെ ടീമിൽ തന്നെ പലരും ാണ് ഇത് കഴിച്ചാൽ എന്താണ് ഗുണം, ഇത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ എന്താണ് നമ്മൾക്ക് ഗുണം, അവര് കഴിച്ചാൽ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം അല്ലെ. നമ്മളുടെ വർക്ക് എന്ന് പറയണതേ നമ്മൾ അത് യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇത് എല്ലാവർക്കും അറിയണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ വെൽനെസ് പ്രോഡക്റ്റ് നമുക്ക് ഫസ്റ്റ് ഈ പ്രോഡക്റ്റുകൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന് തന്നെ നമുക്ക് ആദ്യം പറയാം. ഓക്കെ, നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണല്ലേ എല്ലാവരും. ഓരോരോ രീതിയിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ നിന്നാണ് അല്ലെ. ആരോഗ്യം ശരിയല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരിയാവില്ല അല്ലെ. അപ്പൊ നല്ല ആരോഗ്യമുള്ള മനസ്സിന് നമുക്ക് എന്ത് വേണം, ആ ഒരു മനസ്സ് നന്നായി മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ശരീരം ഒട്ടും വയ്യ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല അല്ലെ. അതിന്റെ ഒക്കെ കാരണം എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡില് ഒരുപാട് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ, ഞാൻ മുന്നേ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ്, എങ്കിൽ കൂടെയും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അത് എന്തിനാണ് കഴിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ പല വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് എല്ലാം സ്പീഡായിട്ട് നമ്മള് എന്താ ചെയ്യുന്നത്, ഫാസ്റ്റ് ഫുഡ് അല്ലെ. ഫാസ്റ്റ് ഫുഡാണ് നമ്മളെല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനടക്കം പെട്ടെന്നൊക്കെ എന്തെങ്കിലും വൈകി വരികയാണ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മള് കടയിലൊക്കെ പോയി അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളത്. അല്ലാതെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന പതിവൊക്കെ പഴയ കാലങ്ങളിലും വെച്ചിട്ട് ഭയങ്കരമായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേരളത്തില്, നമ്മളുടെ സംസ്ഥാനം കേരളമാണ്, കേരളത്തില് വൃക്കരോഗികളുടെ എണ്ണം നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കേരളം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ചവിട്ടുപടി എന്താണെന്നറിയോ, സന്ധിവാതം പോലെയുള്ളത്, അതായത് ആന്ത്രൈറ്റിസ് പോലെയുള്ള സന്ധിവാതം, വീക്കം, അതുപോലെയുള്ള ആ ഒരു അസുഖത്തിന്റെ ഒരു നമ്പർ 1 ആവാൻ കൂടി നമ്മൾ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇതിന്റെ ഒക്കെ കാരണം, ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരാനുള്ള കാരണം നമ്മളുടെ ഫുഡ് തന്നെയാണ് എന്നുള്ളതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൽ നിന്നും ഒരു വിറ്റാമിൻസും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നാണ് സത്യം എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോ നമ്മൾ കൃഷി സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അപ്പൊ അതൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം കേടുകൂടാതെ നമ്മൾ വീട്ടിലിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇത് നമുക്ക് ലാഭമാണ്, നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാലം നമുക്ക് യൂസ് ചെയ്യാലോ എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്ര കാലം നമ്മളുടെ വീട്ടിൽ ഈ ഒരു മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പലതരം വിഷാംശങ്ങൾ അടങ്ങിയിട്ട്, അതായത് കേടുവരാതിരിക്കാനുള്ള കീടനാശിനികൾ അടിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു കേരള സംസ്ഥാനത്തിലേക്ക്
നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ഇങ്ങനെയുള്ള വൃക്കരോഗികളായിട്ടും അതുപോലെ തന്നെ ആന്ത്രൈറ്റിസ് പോലെയുള്ളതിലൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനം നമ്പർ 1 ആയി മാറുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഫുഡിൽ നിന്നും ഒരു വിറ്റാമിൻസും കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുടെ ഈ ഒരു കമ്പനിയുടെ വെൽനെസ് പ്രോഡക്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ ഇത് ടോണിക്കോ മരുന്നോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പോലുള്ളത് നമ്മൾ നിരന്തരം കഴിക്കുന്നതോ അസുഖത്തിന് കഴിക്കുന്നതോ ഒന്നുമല്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വെൽനെസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡിൽ നിന്നും ഒരു വിറ്റാമിൻസും കിട്ടുന്നില്ല. അതിനൊക്കെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു വെൽനെസ് പ്രോഡക്റ്റ് നമ്മൾക്ക് ഈ എന്താ പറയാ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ ഫുഡിൽ നിന്നും ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു വെൽനെസ് പ്രോഡക്റ്റ് നമ്മളെ കമ്പനി നമ്മൾക്ക് സപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ മരുന്ന്, പണ്ടൊക്കെ ഭക്ഷണമാണ് നമുക്ക് മരുന്ന് അല്ലേ. 3 നേരം ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിച്ചാൽ അതാണ് നമ്മൾക്ക് മരുന്ന് എന്ന് പറയും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ മരുന്നാണ് നമ്മളിപ്പോ ഭക്ഷണത്തിന്റെ അതേ സമയത്ത് പോലെ കഴിക്കുന്നത്, 3 നേരം 4 നേരം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ രോഗാവസ്ഥയെ കുറിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ മനസ്സിലാക്കി നോക്കുക. നമ്മൾ എത്ര മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ്. നമ്മളുടെ കൂടെയുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരിങ്ങനെ നിരന്തരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും. കണക്കിന് ശരിക്കും പറയാന്നെങ്കിൽ ഒരു 30 വയസ്സിന് ശേഷം എങ്ങനെ പോയാലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും, ഓരോരുത്തരും. അപ്പൊ ഈ BP ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് നമ്മളുടെ ഈ ഒരു കേരളത്തില്. നമ്മളുടെ പാലക്കാടൊക്കെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇത് എല്ലാ മാസവും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ നമ്മൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു സെവനേമിൽ പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. ഇത് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? ഇത് എല്ലാവരുടെയും വിചാരം, ഈ ഒരു ബോട്ടിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരുടെയും വിചാരം അയ്യോ ഇത് മരുന്നാണ്, ഇത് എന്തിനുള്ള മരുന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് മരുന്നല്ല. നമുക്ക് ഫുഡിലൂടെ ഒരു വിറ്റാമിൻസ് നമുക്ക് കിട്ടുന്നില്ല. ആ കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവണം, നമ്മൾക്ക് ആദ്യം മനസ്സിലാവണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്വയം ചികിത്സയും അതുപോലെ തന്നെ വേദന സംഹാരികളും അതുപോലെ തന്നെ ചിട്ടയില്ലാത്ത ജീവിത രീതിയും നയിക്കുന്ന ആളുകളാണ് പല ആളുകളും. ഒരു കൃത്യനിഷ്ഠയില്ല ഭക്ഷണത്തിലായാലും, അതുപോലെ ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ ഒരു രോഗിയായി മാറുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രോഗാവസ്ഥയിൽ നമ്മൾ ഈ ഒരു വെൽനെസ് പ്രോഡക്റ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക, ഇത് ആർക്കൊക്കെയാണ് കഴിക്കാൻ പറ്റുക, അതുപോലെ തന്നെ ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, ഇത് എന്തിനാണ് കഴിക്കുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സെവനയമാണ് ഇന്നത്തെ. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്നത്തെ ഈ ഒരു ജനറേഷനിലും അതുപോലത്തെ ഈ സിറ്റുവേഷനിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ജനിച്ച കുട്ടികൾക്കടക്കം നമ്മൾ കാണുന്നത് ഷുഗർ ആണല്ലേ. എല്ലാ കുട്ടികൾക്കും, അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണപ്പെടുന്നത് ഷുഗർ പോലെയുള്ള അസുഖങ്ങളാണ്. പ്രമേഹം അല്ലെ. പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാവുമ്പോഴാണ് നമ്മളൊരു ഷുഗർ രോഗിയായിട്ട് മാറുന്നത്. അപ്പൊ അതിന് നമ്മളുടെ ഈ ഒരു ഫിജി കാർട്ടിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് ഡയാ നാച്ചുറൽ വെൽ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജമുന റാം സാറൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഡയാ നാച്ചുറൽ. എങ്കിലും നമ്മൾക്ക് അറിയണം അല്ലെ ഇത് എന്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് എന്തിനാണ് സപ്ലിമെന്റ് ചെയ്യണതും അതുപോലെ തന്നെ എന്തിനാണ് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടാത്തത് എന്നുള്ളതും നമ്മൾക്ക് അറിയണം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഡയബറ്റ് ആക്ട് പാക്ക് 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ആപ്പിൽ കാണുന്നത്. ഓക്കെ, ഡയബറ്റ് ആക്ട് പാക്ക് 2 എന്ന് പറഞ്ഞിട്ടാണ് കാണുക. ഓക്കെ, അപ്പൊ അത് ഈ പ്രമേഹ രോഗികൾക്ക് ഉള്ള ഒരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഐറ്റം വരുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡയാ നാച്ചുറൽ ആക്റ്റീവ് പാക്ക് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത് പ്രമേഹ രോഗികൾക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയാം? നമ്മളിപ്പോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ശരീരഘടന ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലേ. ഇടയ്ക്കിടെയുള്ള ഈ പ്രമേഹ രോഗികൾക്ക്, അതായത് ഷുഗർ രോഗികൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാ അവർക്ക് രോഗാവസ്ഥ ഉണ്ട് എന്ന് അറിയാന്നറിയോ? ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ ഉണ്ടാവും. അതുപോലെ തന്നെ വർദ്ധിച്ച ദാഹവും വിശപ്പും ക്ഷീണവും ഉണ്ടാവും അവർക്ക്. അതുപോലെ തന്നെ മധുരത്തോട് വളരെയധികം ആസക്തി ആയിരിക്കും അവർക്ക്. ഈ ഷുഗർ പേഷ്യൻസിന് എല്ലാവർക്കും അറിയാം, ഷുഗർ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് മധുരത്തോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ മുറിവുകളൊക്കെ, ചെറിയൊരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ
എന്താ ഭയങ്കര പ്രയാസമാണ് അവർക്ക്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മളൊരു ഷുഗർ രോഗിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഡയാ നാച്ചുറൽ പോലെയുള്ളത്. അപ്പൊ ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കറക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിൽ നല്ല ഭാരം കൂടുതലൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറയ്ക്കാനും, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, നമുക്ക് ടെൻഷൻ ഒക്കെ ഉണ്ടാവില്ലേ, നല്ല ടെൻഷൻ, നമുക്ക് നമ്മുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ തന്നെ ശരീരം ഭയങ്കരമായിട്ട് മോശമായി വരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് പ്രഷർ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനോട് ബി പി ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ എന്താണ് സ്കിന്നിന്റെയും ഹെയറിന്റെയും അതുപോലത്തെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും, ഈ സ്കിന്നും ഹെയർ ഒക്കെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഡയാ നാച്ചുറൽ പോലെയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്നത് 11 തരം ആയുർവേദ കൂട്ടുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ മുന്നേ കാണിച്ചെന്ന ഈ ഒരു ഇതിൽ തന്നെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ കുറേ ഇങ്ങനെ ഇലകളും ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പലർക്കും എന്താന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണ്, ഈ ഒരു 3 സംഭവങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളത്. നമുക്കിപ്പോ ഇത് ഒരാൾക്ക് റെഫർ ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അപ്പൊ ഇത് എന്തൊക്കെയാണ്, അതിൽ ഞാൻ പറഞ്ഞു 11 തരം ആയുർവേദ കൂട്ടുകളാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ പിക്ചറിൽ കാണുന്ന ഈ ഇലകളോ ഈ എന്താണ് കായൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇതിലാകെ എല്ലാവർക്കും അറിയാൻ പറ്റുക പാവയ്ക്ക മാത്രം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാവയ്ക്ക എല്ലാവർക്കും അറിയാം, ഷുഗർ പേഷ്യൻസ് പാവയ്ക്ക കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഷുഗർ ഒക്കെ ഷുഗർ പേഷ്യൻസിന് പാവയ്ക്ക കഴിക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ നമുക്ക് പണ്ട് കാലം തൊട്ടിട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, പാവയ്ക്ക, ഗുഡ്മർ ഇലകൾ, അതുപോലെ വിജയസർ ഇലകൾ, ഈ ഒരു 3 പിക്ചറാണ് നമ്മൾ ഈ ബോട്ടിലിൽ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 11 തരം കൂട്ടുകൾ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഈ പിക്ചറിൽ കാണുന്നത് പാവയ്ക്ക, ഗുഡ്മർ ഇലകൾ, വിജയസർ ഇലകൾ. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പാവയ്ക്ക നമുക്കറിയാം അല്ലെ, പാവയ്ക്ക നമുക്ക് എല്ലാവരും ബ്ലഡ് ഷുഗറിന് കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പാവയ്ക്ക നമുക്ക് സ്വാഭാവികമായും നമുക്ക് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്, നമ്മൾ കഴിക്കുന്നതുമാണ്. ഓക്കെ, ഈ ഗുഡ്മർ ഇലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ അളവ്, ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ, ഭക്ഷണത്തിന് മുന്നേ അതുപോലെ ഭക്ഷണത്തിന് ശേഷമൊക്കെ നമ്മൾ ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അതായത് ഇൻസുലിന്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗുഡ്മർ ഇലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്മർ ഇലകൾ എന്ന് പറയുന്നത് ഇൻസുലിന്റെ അളവ്, അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻസുലിന്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗുഡ്മർ ഇലകൾ എന്ന് പറയുന്നത്. ആ പിക്ചറിൽ കാണുന്നില്ല ഇലകൾ പോലുള്ളത്, അത് തന്നെയാണ് ഗുഡ്മർ ഇലകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇലകൾ കൂടെ ഉണ്ട്, വിജയസർ ഇലകൾ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ എന്താണ് യൂസ് ചെയ്യുന്ന ഒന്നാണ് വിജയസർ ഇലകൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു മൂന്നും അതുപോലെ തന്നെ 11 തരം കൂട്ടുകളും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഡയാ നാച്ചുറൽ എന്ന് പറയുന്ന ടോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ml ആണ് ദിവസവും 2 നേരം നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ അംല ജ്യൂസ് ഒക്കെ കഴിക്കുന്ന പോലെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ അംല ജ്യൂസ് ഒക്കെ കഴിക്കുന്ന പോലെ വെള്ളത്തിൽ നമുക്ക് 20 ml 2 നേരം വെച്ച് കഴിച്ചു കഴിഞ്ഞാല് അത് ആ ബോട്ടിൽ എടുക്കുക, നല്ലോണം ഷെയ്ക്ക്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കാരണം അതിന്റെ അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ അംല ജ്യൂസിലേക്ക് എടുത്താൽ കാണാൻ പറ്റും, അടിഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്നത്. അത് നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഒരു ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഇത് നമ്മൾ മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം ആ ഒരു ബോട്ടിൽ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം അതിങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ താഴ്ഭാഗത്തായിരിക്കും ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്നുണ്ടാവുക, അത് പിന്നെ കഴിച്ചില്ല. അപ്പൊ നമ്മൾ നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് 20 ml, ഇപ്പൊ ചൂടുവെള്ളമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. ചൂടുവെള്ളത്തിൽ 20 ml വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കാന്ന് പറഞ്ഞു അല്ലെ, 2 നേരം കഴിക്കാന്ന് പറഞ്ഞു. രാവിലെ കഴിക്കേണ്ടത് വെറും വയറ്റിലാണ്. ഇപ്പൊ വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ ആഹാരത്തിന് ശേഷം, അതായത് 30 മിനിറ്റ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. വെള്ളത്തിൽ വേണം നമുക്ക് കലക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഇതാണ് ഡയാ നാച്ചുറലിന്റെ ഒരു ഡയാ നാച്ചുറലിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ആണ് കേട്ടോ. ഇന്നലെ കൂടെ എന്താണ് എൻ്റെ ഇവിടെ തൊട്ട് വീട്ടില് അവര് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് മുന്നൊക്കെ 100, 110 ഉണ്ടായിരുന്നുള്ളൂ, മാക്സിമം
160 വരെയൊക്കെ പോകാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊക്ക് 200 ആയി. അപ്പൊ ഞാനിത് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിത് ഏറ്റവും കൂടുതൽ അറിയണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് പ്രൊഡക്റ്റ് 7 എന്ന് പറഞ്ഞപ്പോൾ ഇത് എടുത്തത്. ഇത് മുന്നേ ക്ലാസ്സുകളിലൊക്കെ ഞാൻ കുറെ ടീമിലൊക്കെ എടുത്തതാണ്. എങ്കിൽ കൂടെയും ഇത് അത്യാവശ്യമാണ്, ഇത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഇതേ പാക്കിൽ വരുന്ന ത്രിഫല എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ. ത്രിഫല എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഇല്ലേ, ഇതാണ് ത്രിഫല എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് ഇല്ലേ 3 എന്ന് പറഞ്ഞിട്ട്, ത്രിഫല എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട്. ഇത് 3 കടുക്ക, നെല്ലിക്ക, താനിക്ക പോലെയുള്ളതിന്റെ തോട് ഉണക്കി പൊടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഒരു 3 സംഭവങ്ങളെ ചേർന്നിട്ടുള്ളൂ. ഈ ഡയാനാച്ചുറൽ നമ്മൾ 11 കൂട്ടുകൾ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കടുക്ക, നെല്ലിക്ക, താനിക്ക ഈ മൂന്നിന്റെയും തോട് ഉണക്കി പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അല്ലെ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ് നമ്മൾ ഈ കടുക്ക പൊടി ചൂർണം പോലെയൊക്കെ നമുക്ക് ഈ ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും. ഈ കടുക്ക, നെല്ലിക്ക, താനിക്കന്റെ ഒക്കെ കടുക്ക ചൂർണം, അതുപോലെ ടാബ്ലറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു 3 തന്നെ എന്തുകൊണ്ടാണ് ആയുർവേദത്തിലും കൂടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആയുർവേദത്തിന്റെ രസായനമായിട്ടാണ് ഈ ഒരു 3 ഇതിനെയും അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു രസായനം പോലെ നമ്മൾ അതിനൊരു പേര് നൽകിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രോഗം മാറ്റുക എന്നത് മാത്രമല്ല, ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നത് കൂടിയാണ് ഈ ആയുർവേദത്തിൽ ഇതുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗത്തിന് കഴിക്കുന്ന ഒന്നല്ല ഈ ത്രിഫല ജ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് രോഗം, അതായത് ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് നമ്മുടെ ഈ ത്രിഫല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് മലബന്ധം പോലെയുള്ളതും അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് വയറിലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ മാനസിക സംഘർഷം പോലെയുള്ള, അതുപോലെ ടെൻഷൻ കാര്യങ്ങൾ സെയിം അത് തന്നെ. അതൊക്കെ ഈ ബ്ലഡ് പ്രഷർ, അതുപോലെ കരൾ രോഗങ്ങള്, അതുപോലെ മുടി പൊട്ടല്, കൊഴിച്ചൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ മുന്നേ പ്രമേഹ രോഗികളുടെ ഇതിൽ ആ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും പിന്നെ ഞാൻ മുന്നേ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മധുരത്തോട് ഭയങ്കര ആസക്തി ഉണ്ടാവും, അത് മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ നല്ല പ്രയാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു മുറിവിനെ ഉണക്കാൻ കഴിവുള്ള ഒന്നുകൂടിയാണ്, അതായത് വ്രണരോപണം എന്നുകൂടെ നമുക്ക് ഈ ഒരു ത്രിഫല ജ്യൂസിനെ പറയുന്നു എന്നുള്ളത്. വ്രണം വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ത്രിഫല ജ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇത് കൂടാതെ വാതരോഗങ്ങളിലും നീരിനും വേദനയ്ക്കും നമ്മൾക്കിത് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾക്ക് വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടുള്ളവരൊക്കെ പറയും ഈ കടുക്കയൊക്കെ ഉരച്ച് കുട്ടികൾക്ക് കൊടുക്കും എന്നൊക്കെ ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തുള്ളവരൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ ആരോഗ്യം, അതുപോലെ തന്നെ ഓർമ്മശക്തി, അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിശക്തി, അതുപോലെ കാഴ്ചശക്തി, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുക്ക, നെല്ലിക്ക, താനിക്ക പോലെയുള്ള നമ്മളുടെ ത്രിഫല ജ്യൂസ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇത് അത് മാത്രമല്ല, കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൃമി പോലെയുള്ള ശല്യങ്ങള്, അതുപോലെ വിശപ്പില്ലായ്മ, അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പുള്ള ഒന്നാണ് നമ്മുടെ ഈ ത്രിഫല ജ്യൂസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വളരെയധികം നല്ലതും കൂടിയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏതൊരു മെഡിസിന്റെ കൂടി നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷെ ഇപ്പൊ മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറോട് ഒന്ന് ചോദിച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇതും സെയിം നമുക്ക് രാത്രി കഴിക്കാം എന്നുള്ളതാണ്. 1:5 റേഷ്യോയിൽ, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് 20 ml 20 to 30 ml വരെയൊക്കെ നമുക്ക് അത് കലക്കിയിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളത്. ഇതും 2 നേരം കഴിക്കാം. സെയിം അതേപോലെ തന്നെ ഡയാനാച്ചുറൽ പോലെ തന്നെ രാവിലെ നമ്മൾ ഭക്ഷണത്തിന് വെറും വയറ്റിൽ കഴിക്കാം. അതുപോലെ ഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം 30 മിനിറ്റ്, അതായത് ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ത്രിഫല ജ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ,
ഫെന്യൂഗ്രിക് ജ്യൂസും കൂടെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഉലുവ ജ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉലുവ വെള്ളത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പണ്ട് ഉലുവ വെള്ളം, ഉലുവ കഞ്ഞി പണ്ടുള്ളവരടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. ഈ കർക്കിടക മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ നമ്മുടെ ആരോഗ്യമൊക്കെ ശോഷിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം എന്നൊക്കെ പണ്ടുള്ളവർ പറയാം. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ആരോഗ്യ പ്രശ്നത്തിന് മാത്രമല്ല നമ്മൾ ഈ ഉലുവ ജ്യൂസ് കഴിക്കുന്നത്. ഈ ഉലുവ ജ്യൂസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോഗ്യത്തിന്റെ പ്രശ്നത്തിന് മാത്രമല്ല, നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ കേശ പ്രശ്നത്തിനും, അതായത് നമ്മുടെ ചർമ്മം, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഫെന്യൂഗ്രിക് ജ്യൂസ്. ഉലുവ എന്ന് പറയുന്ന ജ്യൂസിന് ഫെന്യൂഗ്രിക് ജ്യൂസ് എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, ഇതൊരു മെഡിസിൻ ആണ്. നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഷുഗർ രോഗികൾ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം എന്താണ്, ഷുഗർ പെട്ടെന്ന് ഡൗൺ ആവാൻ അവർക്ക് സാധ്യത വളരെ കൂടുതലാണ് ഈ ഉലുവ ജ്യൂസ് കഴിക്കുമ്പോൾ. അപ്പൊ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ഇത് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. ഈ ഉലുവ ഒക്കെ ഇങ്ങനെ ഡെയിലി കഴിക്കുന്ന സമയത്ത് അവര് ഷുഗർ ഒരുപാട് ഹൈ ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്കത് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആവും. ഡൗൺ ആയാലും പ്രശ്നമാണ് അല്ലെ. ഷുഗർ നമുക്ക് ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ വേണം എന്നുള്ളതാണ്. അപ്പൊ അത് ഡൗൺ ആവാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഷുഗർ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ മുടിക്കും ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ ഡൈജഷൻ, ദഹനക്കേട്, അങ്ങനെയുള്ള ഗ്യാസ് പ്രശ്നങ്ങൾ, ഇത് സെയിം അതേപോലെ തന്നെ നമുക്ക് ഈ BP, പ്രഷർ, അങ്ങനെയുള്ള ഷുഗർ രോഗികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്, അവർക്ക് ഭയങ്കര ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ വിശപ്പില്ലായ്മ, ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഗ്യാസ് പ്രശ്നങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വരും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. അതുകൂടാതെ ഈ കഫം കൂടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആളുകൾക്ക്, ഈ കഫം കൂടിയിട്ടുള്ള ചുമ, അതുപോലെ തന്നെ നെഞ്ചെരിച്ചൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇത് ബെസ്റ്റ് ആണെന്നുള്ളതാണ്. അതുകൂടാതെ മുട്ടുവേദന, നീര്, നമുക്ക് മുട്ടുവേദന, അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ കൂട്ടത്തിലുള്ളവര് അല്ലെ, നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ ഫാമിലിയില്, നമ്മുടെ ഫ്രണ്ട്സില്, അതുപോലെ തന്നെ നമ്മളാണെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതാണ് നമ്മളുടെ ഈ ഒരു ആക്റ്റീവ് പാക്ക് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം, എഴുതി വയ്ക്കാൻ പറ്റുന്നവർ എഴുതി വെക്കണം. ഇത് ഗ്രൂപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇട്ട് തരാന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ കഫം കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുട്ടുവേദന, നീര്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ നമുക്കറിയാം അല്ലെ, ഈ പ്രസവ സ്ത്രീകളൊക്കെ നമുക്ക് ഈ മുരിങ്ങയൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മൾ ഉലുവയൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഉലുവ കഞ്ഞിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശരീരത്തിന് സൗന്ദര്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയൺ, പ്രോട്ടീൻ, ഫൈബർ ആണ്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്ഷണങ്ങളിൽ നിന്നും നമുക്കൊന്നും ഒരു വിറ്റാമിൻസും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതെല്ലാതും നമുക്ക് കിട്ടുന്നത് ഈ ഒരു അയൺ, പ്രോട്ടീൻ, ഫൈബർ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഷുഗർ രോഗികൾക്ക് വളരെയധികം ബെസ്റ്റ് ആണ് നമ്മുടെ ഫെന്യൂഗ്രിക് ജ്യൂസ് എന്നുള്ളത്, ഉലുവ ജ്യൂസ്. ഇൻസുലിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഫെന്യൂഗ്രിക് ജ്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ശരീരത്തിന് പെയിൻ വരാതിരിക്കാൻ, അതായത് വേദന വരാതിരിക്കാൻ നമ്മൾ തന്നെ നമ്മള് ഇപ്പൊ ശരീരത്തിന് പെയിൻ വരാതിരിക്കാൻ പറഞ്ഞു അല്ലെ, വേദന വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫെന്യൂഗ്രിക് ജ്യൂസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പീരീഡ്സ് ടൈമിലൊക്കെ നമ്മൾ ലേഡീസിന് പീരീഡ്സ് ടൈമിലൊക്കെ നല്ല വയറുവേദനയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫെന്യൂഗ്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഇതും സെയിം അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം 20 ml നമുക്ക് കഴിക്കാം, 2 നേരം വെച്ചിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു പാക്കിൽ നെക്സ്റ്റ് വരുന്നത് ഒന്നാണ്
വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ് എന്ന് പറഞ്ഞാൽ, കാരണം 7:38 അതാണ് ഇത്ര സ്പീഡായിട്ട് പറയുന്നത്. വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ് എന്ന് പറയുന്നത്, വീറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് പുല്ല് എന്നാണ് പറയാ. ഈ ഗോതമ്പിന്റെ ഏറ്റവും നേർത്ത പുല്ലിൽ നിന്നും എടുത്തിട്ട് സംസ്കരിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ്. അതായത് ഗോതമ്പ് പുല്ലിനെ കുറിച്ചിട്ട് ആദ്യം പറയാം, എന്നിട്ട് അലോവേരനെ കുറിച്ച് പറയാം. അലോവേരനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്താണ് അലോവേര അല്ലെ, കറ്റാർവാഴനെ കുറിച്ചിട്ട് കറ്റാർവാഴ ജ്യൂസ് ഒക്കെ നമുക്കറിയാം. പക്ഷെ പ്ലസ് അതിന്റെ കൂടെ നമുക്ക് ഈ ഗോതമ്പ് പുല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വീറ്റ് ഗ്രാസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ, ബി, സി പോലെയുള്ള വിറ്റാമിൻസ് ആണ്. അതായത് മെഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം അങ്ങനെയുള്ള ധാരാളം അടങ്ങിയിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗോതമ്പ് പുല്ല്, ഗോതമ്പിന്റെ ഏറ്റവും നേർത്ത പുല്ലിന്റെ ഇതാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതില് നമുക്ക് ഈ ഒരു 2 കിലോ വെജിറ്റബിൾ കഴിക്കുന്ന അതേ സെയിം തന്നെയാണ് നമ്മൾ 60 ml ഈ വീറ്റ് ഗ്രാസ് കഴിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 2 കിലോ വെജിറ്റബിൾ കഴിക്കുന്ന അതേ സെയിം തന്നെയാണ് നമ്മുടെ ഈ വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ്. നമുക്ക് 60 ml വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിലേക്ക് 2 കിലോ വെജിറ്റബിളിന്റെ വിറ്റാമിൻസ് പോകുന്നുള്ളതാണ്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിനും കരളിന്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തശുദ്ധീകരിക്കലാണെന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു കരളിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പോഷണം വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് വിറ്റാമിൻസ് കാര്യങ്ങൾ നമുക്ക് അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ വളരെയധികം പോഷണം വർദ്ധിപ്പിച്ച് യുവത്വം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പ്രായമായ പോലെയൊക്കെ നമുക്ക് തോന്നാറുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ആണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്ന ഒന്നാണെന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ ജ്യൂസുകളും പ്രതിരോധ ശേഷിക്ക് ഉള്ളതാണ്. പ്ലസ് അതിന്റെ കൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കൂടെ ഈ ഒരു വീറ്റ് ഗ്രാസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും വേദനയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ക്ഷീണം കുറയ്ക്കാനും, അതായത് ഈ ഒരു ഷുഗർ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ വരുന്നത് ഭയങ്കര ക്ഷീണമാണ് അല്ലെ. അപ്പൊ ആ ഒരു ക്ഷീണം കുറയ്ക്കാനായിട്ട് ഈ എല്ലാ ജ്യൂസിനും പറ്റുന്നുള്ളതാണ് ഈ ഒരു ഡയവറ്റ് ആക്റ്റീവ് പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് വീറ്റ് ഗ്രാസ് ആണ്. അതുപോലെ തന്നെ അലോവേര അല്ലെ, അലോവേരയും കൂടെ, ഇത് രണ്ടിന്റെയും കൂടെ മിശ്രിതമാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ് എന്ന് പറയുന്നത്. വീറ്റ് ഗ്രാസ് ആണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഗോതമ്പ് പുല്ല് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് നമുക്ക് 2 കിലോ വെജിറ്റബിൾ കഴിക്കുന്ന ആ ഒരു പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിൽ പോകുന്നതെന്ന് പറഞ്ഞു. പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ അലോവേരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് പ്രകൃതിയുടെ വരദാനമാണല്ലേ നമ്മളുടെ ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് ഏറ്റവും അധികം നിയന്ത്രിക്കാൻ, അതായത് കുറയ്ക്കാനോ കൂട്ടാനോ അല്ല, നിയന്ത്രിക്കാൻ, ഇങ്ങനെ തുല്യ അവസ്ഥയിൽ പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതും സെയിം ഇതേപോലെ രക്തം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇനിയിപ്പോ സന്ധിവേദന അതുപോലെ കരൾ രോഗങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കേരളം കടക്കുന്നത്. അപ്പൊ അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് അലോവേര ജ്യൂസ് എന്ന് പറയുന്നത്. ഇതും സെയിം അതുപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരവും എന്താണ് ഭക്ഷണത്തിന് മുന്നും അതുപോലെ ഭക്ഷണത്തിന് ശേഷവും, വൈകുന്നേരം കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 20 to 30 ml വരെ നമുക്ക് കഴിക്കാന്നുള്ളതാണ്. ഇതിപ്പോ നമുക്ക് ഫുഡിലൂടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മൾ വിഷാംശങ്ങളാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ അല്ലെ, ഒരു ജീവിതമേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് ഇങ്ങനെ ഫുഡിലൂടെ നമുക്കൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എത്രയോ പൈസകൾ നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഈ ഒരു നാല് ബോട്ടിലും കൂടെ, അതായത് ത്രിഫല, ഫെനുഗ്രിക്, ഡയാനാച്ചുറൽ, അലോവേര ജ്യൂസ് പ്ലസ് എന്നുള്ളത്, ഇതിന്റെ MRP വരുന്നത് 9383 രൂപയാണ്. ഇതിന് നമ്മൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5751 രൂപയാണ്. ഈ 5751 രൂപ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്കാനിങ് എടുക്കണം അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കണം എന്ന് പറയുമ്പോൾ 10,000, 15,000, 20,000 രൂപ നമ്മൾ കൊടുക്കണം അല്ലേ ഹോസ്പിറ്റലിൽ. നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും